ഫ്രണ്ട്സ്, ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ ഒരു റൂമിലേക്ക് എൻ്റർ ആകുന്നു. നിങ്ങളൊന്നും സംസാരിക്കാതെ തന്നെ എല്ലാവരും നിങ്ങളെ തന്നെ നോക്കുന്നു. ഇത് ഒരു മാജിക് ഒന്നുമല്ല, ഇതാണ് ഓറ. ഇനി ആളുകൾ നിങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിനെ അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ പ്രോബ്ലം ആക്ച്വലി നിങ്ങളുടെയല്ല, നിങ്ങളുടെ ഓറയുടെയാണ്. ബട്ട് ഫ്രണ്ട്സ്, ഡോണ്ട് വറി. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഓറയെ എത്ര ശക്തമാക്കുമെന്നാൽ ഇതിലൂടെ ആർക്കും നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ സാധിക്കില്ല. നമ്മളിൽ എല്ലാവരിലും ഈ ഒരു ഓറയുണ്ട്. പക്ഷെ വ്യത്യാസം എന്താണെന്നാൽ ചിലരുടെ ഓറ എത്ര വീക്കായിരിക്കുമെന്നാൽ അവർ മുമ്പിലുണ്ടെങ്കിലും ആരും തന്നെ അവരെ നോട്ടീസ് ചെയ്യില്ല. എന്നാൽ മറ്റു ചിലരുടെ ഓറ എത്ര സ്ട്രോങ് ആയിരിക്കുമെന്നാൽ അവർ ഒരു റൂമിലേക്ക് എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മുഴുവൻ സാഹചര്യവും മാറും. ഇന്ന് പറയാൻ പോകുന്ന ഈ 5 സീക്രട്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഓറയെ പവർഫുൾ ആക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ അപ്പോൾ ആദ്യത്തെ 2 പോയിന്റ്സ് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം. ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, കോൺഫിഡൻറ്റ് ബോഡി ലാംഗ്വേജ്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊരു റൂമിലേക്ക് എൻ്റർ ആകുന്നു, ബട്ട് നിങ്ങളുടെ പോസ്ചർ കുനിഞ്ഞിരിക്കുന്നു, കണ്ണുകൾ താഴേക്ക് നോക്കുന്നു, ആൻഡ് നിങ്ങളുടെ 2 കൈകളും പോക്കറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കില്ല, കാരണം നിങ്ങളൊരു വീക്ക് ആൻഡ് നെർവസ് പേഴ്സണായിട്ട് കാണപ്പെടുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി, ഷോൾഡേഴ്സ് റിലാക്സ്ഡ് ആക്കി, സ്ട്രെയിറ്റായി നോക്കി, ബാലൻസ്ഡായി നടക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും പവർഫുള്ളായി കാണപ്പെടും. കോൺഫിഡൻറ്റ് ബോഡി ലാംഗ്വേജിന് 4 ഗോൾഡൻ റൂൾസ് ഉണ്ട്. റൂൾ 1, പോസ്ചർ. നിങ്ങളുടെ പോസ്ചർ ഇങ്ങനെ വളഞ്ഞിരിക്കാതെ എപ്പോഴും സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക. ഇത് നിങ്ങളുടെ ബോഡിയെ സ്ട്രോങ് ആയി കാണിക്കും, ആൻഡ് നിങ്ങളുടെ ബ്രെയിനിനും ഈ ഒരു സിഗ്നൽ നൽകും നിങ്ങൾ നിങ്ങളുടെ കൺട്രോളിലാണെന്ന്. റൂൾ 2, ഐ കോണ്ടാക്ട്. 90% ആളുകളും ഇത് ചെയ്യുന്നില്ല. നിങ്ങൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. ബട്ട് ഇവിടെ നിങ്ങൾ തീക്ഷ്ണതയോട് കൂടിയിട്ട് അവരെ നോക്കരുത്. നിങ്ങളുടെ ഫേസിൽ ഒരു ജെന്റിൽ സ്മൈൽ ഉണ്ടായിരിക്കണം. ഈ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് കാണപ്പെടും. ഇത് ഓപ്പോസിറ്റുള്ളവരിലേക്ക് ഈ ഒരു സിഗ്നൽ നൽകും നിങ്ങളൊരു ഹൈ വാല്യൂ മാൻ ആണെന്ന്. റൂൾ നമ്പർ 3, ഹാൻഡ് ജെസ്ചർ. കൈകൾ എപ്പോഴും നോർമലായി വയ്ക്കുക. കൈകൾ ഹൈഡ് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഫേസിൽ ടച്ച് ചെയ്യുന്നത്, ഇതെല്ലാം നെർവസ്നെസ്സിൻ്റെ സൈനാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ഹാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്യുക. ആളുകൾ നിങ്ങളെ ഇൻസ്റ്റൻ്റ്ലി ട്രസ്റ്റ് ചെയ്യും. റൂൾ നമ്പർ 4, വാക്കിംഗ് സ്റ്റൈൽ. നിങ്ങൾ നടക്കുന്ന വിധം കണ്ടു തന്നെ ആളുകൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കും. നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈൽ നിങ്ങളെ തന്നെ ഡിഫറെൻ്റായി കാണിക്കും. വാക്കിംഗ് സ്റ്റൈലിനെ പറ്റി നമ്മൾ ഇതിനു മുന്നേ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതുകൂടി ഒന്ന് കാണുക. ഇതാണ് ഒരു കോൺഫിഡൻറ്റ് ബോഡി ലാംഗ്വേജിനായിട്ടുള്ള 4 റൂൾസ്. ഇത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. നമ്പർ 2, വോയിസ് ആൻഡ് സ്മൈൽ. നിങ്ങളുടെ വോയിസ് നല്ലതല്ല എന്നല്ല നമ്മളിവിടെ പറയുന്നത്. എല്ലാവരുടെ വോയിസും നല്ലതായിരിക്കും. അത് ശരിയായ രീതിയിൽ യൂസ് ചെയ്യണം. ചില ആളുകൾ കൂടുതൽ സംസാരിക്കാതെ തന്നെ മറ്റുള്ളവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യും. ഇത് എങ്ങനെയാണെന്നാൽ അവരുടെ വോയിസ് ആൻഡ് സ്മൈൽ ഇത് രണ്ടും അവരുടെ പേഴ്സണാലിറ്റിയുടെ ഒരു സ്ട്രോങ് വെപ്പൺ ആയിരിക്കും. ആദ്യം നമുക്ക് വോയിസിനെ പറ്റി നോക്കാം. നിങ്ങളുടെ വോയിസ് വെറും ഒരു വോയിസ് മാത്രമല്ല, ഇതൊരു ഇംപ്രഷനാണ്. നിങ്ങൾ വളരെ വേഗത്തിൽ ഹൈ പിച്ചിൽ സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ ആളുകൾക്ക് നിങ്ങളെ ഇമ്മെച്ചുവറായി തോന്നും. എന്നാൽ നിങ്ങൾ കാം, പീസ് ആൻഡ് സ്റ്റഡി ടോണിൽ സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റൻ്റ്ലി പവർഫുള്ളായി കാണപ്പെടും. ഒരു കോൺഫിഡൻറ്റ് വോയിസ് എപ്പോഴും സ്ലോ, ക്ലിയർ ആൻഡ് കൺട്രോൾഡ് ആയിരിക്കും. എപ്പോൾ സംസാരിക്കുകയാണെങ്കിലും കുറച്ച് പതിയെ പോസ് എടുത്ത് സംസാരിക്കുക. ഓരോ വാക്കും ബോൾഡായി പറയുക. ഇതിലൂടെ നിങ്ങളുടെ എതിരെയുള്ള ആൾക്ക് തോന്നും നിങ്ങൾ കൺട്രോൾഡ് ആൻഡ് കോൺഫിഡൻ്റ് ആണെന്ന്. നെക്സ്റ്റ്, സ്മൈൽ. ഒരു ജെനുവിൻ സ്മൈൽ നിങ്ങളെ അപ്രോച്ചബിൾ ആൻഡ് ലൈക്കബിൾ ആക്കും. ബട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വീക്കായും കാണിക്കും. പവർഫുൾ ആയിട്ടുള്ളവരെ എപ്പോഴും ഒരു കൺട്രോൾഡ് സ്മൈൽ കീപ്പ് ചെയ്യും. ഒരു കോൺഫിഡൻറ്റ് സ്മൈൽ നിങ്ങളുടെ ഫേസിൽ കാംനെസ് ആൻഡ് പോസിറ്റിവിറ്റിയെ ക്രിയേറ്റ് ചെയ്യും. ഈ സ്മൈൽ ഓപ്പോസിറ്റുള്ളവർക്ക് ഈ ഒരു സിഗ്നൽ നൽകും നിങ്ങൾ സേഫ്, സ്ട്രോങ് ആൻഡ് അപ്രോച്ചബിൾ ആയ ഒരു പേഴ്സൺ ആണെന്ന്. നിങ്ങളുടെ സ്മൈൽ ആൻഡ് വോയിസ് ഇവ രണ്ടും ഒരുപോലെ ബാലൻസ്ഡ് ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഓറ ഓട്ടോമാറ്റിക്കലി പവർഫുൾ ആകും. ആളുകൾക്ക് നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ സാധിക്കില്ല. ഈ 2 കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ എത്രത്തോളം അട്രാക്റ്റീവ് ആക്കുമെന്നാൽ ആളുകൾക്ക് പിന്നെ ഒരിക്കലും നിങ്ങളെ മറക്കാൻ സാധിക്കില്ല. ഫ്രണ്ട്സ്, ഒരാളുടെ വിജയത്തെ തീരുമാനിക്കുന്നത് അയാളുടെ ഡിസിപ്ലിൻ ആണ്.
കാരണം ഒരാളുടെ മൈൻഡ് വളരെ ഷാർപ്പാണ്, ബട്ട് അയാളിൽ ഡിസിപ്ലിൻ ആൻഡ് ഹാർഡ് വർക്ക് ഇല്ലെങ്കിൽ അപ്പോൾ അയാളുടെ ഷാർപ്പായ മൈൻഡ് കൊണ്ട് യാതൊരു യൂസും ഉണ്ടായിരിക്കില്ല. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഡിസിപ്ലിൻ ഇതൊരു ഹാബിറ്റ് അല്ല, ഇതൊരു സ്കില്ലാണ്. ഇത് ഒരു 10 മിനിറ്റ് വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. സോ ഫ്രണ്ട്സ്, ഒരു സോൾജറെ പോലെയുള്ള ഡിസിപ്ലിൻ നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നാൽ ഇവിടെ നിങ്ങളെ ഡെയിലി പുഷ് ചെയ്ത് ആ ഒരു ഡിസിപ്ലിൻ നിങ്ങളിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് നിങ്ങൾക്കായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ട സജഷൻസ് ചോദിച്ചറിയാനും നമ്മളുടെ പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ഒരുപാടധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി, ഓവറോൾ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ്ങും നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഫിക്സ് യുവർ ലൈഫ് നൗ, അല്ലെങ്കിൽ ലീവ് ദ സെയിം ഇയർ അഗെയിൻ. വീണ്ടും പഴയതുപോലെ ഈ വർഷം വേസ്റ്റ് ചെയ്യണോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. സോ ഈ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 3, പ്രാക്ടീസ് സൈലൻസ്. സൈലൻസിൻ്റെ അർത്ഥം നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾ എത്രത്തോളമാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത്രത്തോളം മാത്രം നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ട് എപ്പോഴും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ആളുകൾ നിങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കില്ല. സൈലൻസ് നിങ്ങളെ മിസ്റ്റീരിയസ് ആക്കും. ആളുകൾ ചിന്തിക്കും, ഇയാൾ എന്താണ് എപ്പോഴും സൈലൻ്റ് ആയിരിക്കുന്നത്, ഇയാളുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന്. ഈ ഒരു ക്യൂരിയോസിറ്റിയാണ് നിങ്ങളുടെ ഓറയെ സ്ട്രോങ് ആക്കി മാറ്റുന്നത്. ആരാണോ ശരിയായ സമയത്ത് കുറച്ച് മാത്രം സംസാരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും അയാൾ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധയോട് കൂടി കേൾക്കും. ആൻഡ് ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അപ്പോൾ ഉടനെ റിയാക്ട് ചെയ്യാതിരിക്കുക, നന്നായി ചിന്തിച്ച് സംസാരിക്കുക. നിങ്ങൾ സൈലൻ്റ് ആയിരുന്നാൽ തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നും മനസ്സിലാകും. നിങ്ങളുടെ കാംനെസ് നിങ്ങളുടെ ഡോമിനൻസിനെയാണ് ഷോ ചെയ്യുന്നത്. ബട്ട് റിമെമ്പർ, സൈലൻസിൻ്റെ അർത്ഥം നിങ്ങൾ എല്ലാ സ്ഥലത്തും സൈലൻ്റ് ആയിരിക്കണം എന്നുള്ളതല്ല. നേരെ മറിച്ച് സ്മാർട്ടായിരിക്കുക. നിങ്ങൾ എപ്പോൾ സംസാരിച്ചാലും അതിലൂടെ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ആകണം. ഇനി നിങ്ങൾ സൈലൻ്റ് ആയിരിക്കുമ്പോഴും ആളുകൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഒരു സൈലൻസും ഒരു മറുപടിയാണെന്ന്. നമ്പർ 4, ഗ്രൂമിങ് ആൻഡ് ഡ്രസ്സിങ്. നിങ്ങളുടെ ഗ്രൂമിങ്ങിന് വേണ്ടിയും സമയം കണ്ടെത്തുക. കാരണം നിങ്ങളുടെ ഔട്ട്ലുക്കാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ. ആൻഡ് ഇതാണ് നിങ്ങളുടെ ഓറയെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആളുകൾ ആദ്യം നിങ്ങളുടെ ടാലൻ്റ് അല്ല നിങ്ങളുടെ ലുക്കാണ് നോക്കുക. ആൻഡ് അത് വെച്ചാണ് ആളുകൾ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നിങ്ങളുടെ ലുക്ക്, നിങ്ങളുടെ ഗ്രൂമിങ്, ഡ്രസ്സിങ് ഇതാണ് തീരുമാനിക്കുന്നത് ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണോ അതോ ഇഗ്നോർ ചെയ്യണോ എന്ന്. ഇവിടെയാണ് നിങ്ങളുടെ ഡ്രസ്സിങ് ആൻഡ് ഗ്രൂമിങ് സെൻസിൻ്റെ ഇമ്പോർട്ടൻസ്. ജസ്റ്റ് ഇമാജിൻ, ഒരാൾക്ക് നല്ല ഐഡിയാസ് ഉണ്ട്, അയാൾ നന്നായി സംസാരിക്കുന്നുണ്ട്, ബട്ട് അയാളുടെ ബിയേർഡ് ശരിയല്ല, മുടി ഓയിലിയാണ്, ഡ്രസ്സിങ് പോരാ. അപ്പോൾ ആളുകൾ അയാളുടെ വാക്കുകളെ അത്ര സീരിയസ് ആയിട്ട് എടുക്കുമോ? ഒരിക്കലുമില്ല, അല്ലേ? കാരണം നിങ്ങളുടെ നല്ല ഔട്ട്ലുക്കാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ. ഗ്രൂമിങ്ങിൻ്റെ അർത്ഥം വെറും ഹെയർ ആൻഡ് ബിയേർഡ് സെറ്റാക്കുന്നത് മാത്രമല്ല, ക്ലീൻ സ്കിൻ, നീറ്റ് ഹെയർ, ട്രിംഡ് ബിയേർഡ് ആൻഡ് നല്ല ഹൈജീൻ ഇതെല്ലാം ചേർന്നാണ് നിങ്ങളുടെ ഓറയെ ബിൽഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡ്രസ്സിങ്ങിനെ പറ്റി നോക്കാം. ക്ലോത്ത്സ് വെറും ബോഡിയെ കവർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ലാംഗ്വേജ് കൂടിയാണ്. നല്ല ഫിറ്റായ ശരിയായ കളേഴ്സ് ആൻഡ് മിനിമം സ്റ്റൈൽ ഇതെല്ലാം നിങ്ങളെ ക്ലാസി ആൻഡ് കോൺഫിഡൻ്റ് ആയി കാണിക്കാം. ഇതിനായിട്ട് എക്സ്പെൻസീവായ തുണികൾ ഒന്നും വേണ്ട, നീറ്റ് ആൻഡ് സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈൽ ചൂസ് ചെയ്യുക. നിങ്ങൾ ഒരു റൂമിലേക്ക് എൻ്റർ ആകുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലാണ് ആളുകൾ ആദ്യം ശ്രദ്ധിക്കുക. ഗ്രൂമിങ് ആൻഡ് ഡ്രസ്സിങ് ഇത് രണ്ടും നിങ്ങളൊന്നും സംസാരിക്കാതെ തന്നെ മറ്റുള്ളവർക്ക് സിഗ്നൽ നൽകും നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായി റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന്. ഇതിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ സാധിക്കില്ല. നമ്പർ 5, ഐ കോണ്ടാക്ട്. ആളുകൾ നിങ്ങളെ ആദ്യം നിങ്ങളുടെ കണ്ണുകളിലൂടെ വിലയിരുത്തും. നിങ്ങളുടെ വെറും 3 സെക്കൻഡ് ഐ കോണ്ടാക്റ്റിലൂടെ അവർക്ക് മനസ്സിലാകും നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ വീക്കാണോ എന്ന്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുമായിട്ട് സ്ട്രെയിറ്റ് ആൻഡ് കാം ആയിട്ടുള്ള ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ഒന്നും പറയാതെ തന്നെ നിങ്ങൾ കോൺഫിഡൻസ് ഷോ ചെയ്യുന്നു. ഐ കോണ്ടാക്റ്റിലൂടെ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് ഈ ഒരു സിഗ്നൽ ലഭിക്കും നിങ്ങൾ സ്ട്രോങ് ആണ്, ഭയപ്പെടില്ല എന്ന്. ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി റെസ്പെക്റ്റ് നൽകും ആൻഡ് നിങ്ങളുടെ വാക്കുകളെ കൂടുതൽ സീരിയസ് ആക്കും. ഈ ഒരു ചെറിയ ശീലം നിങ്ങളുടെ ഓറയെ പവർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ആക്കി മാറ്റും.
ബട്ട് റിമെമ്പർ, കൂടുതൽ സമയം നിങ്ങൾ റഫായി നോക്കുന്നത് മറ്റുള്ളവർക്ക് ഓക്വേർഡായി തോന്നും. ആൻഡ് കുറച്ച് മാത്രം ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങളെ വീക്കായും കാണിക്കും. സോ സിമ്പിളായി ഒരു സ്മൈലോട് കൂടി ആളുകളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. നിങ്ങളുടെ ഐ കോണ്ടാക്ട് എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും. ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും, റെസ്പെക്റ്റ് ചെയ്യും, ആൻഡ് നിങ്ങളുടെ ഓറ താനെ ഗ്രോ ആകും. സോ ഈ 5 പോയിൻറ്റ്സ് നിങ്ങളുടെ ഓറയെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻ്റെ ഒപ്പം ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.